എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, അത് കിട്ടാതെ പോയി. അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കൊയിലായി നീ പാടി. സോഷ്യൽ മീഡിയ വഴി ഇഷ്ടപ്പെട്ട അന്ത കാലഘട്ടത്തിൽ കുറച്ച്. ഫേസ്ബുക്ക് പ്രണയം. അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടേ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഫ്സൽ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാലും തരാം രാക്ഷസി. ഞാൻ അഭിനയിച്ചൊരു പോർഷനിൽ നാദിർഷിക്കയാണ് എനിക്ക് ശബ്ദം ഡബ് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവരോടും കൂടി പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും നമ്മുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കരുത്. ഇപ്പൊ റീസെന്റ് ആണ് അദ്ദേഹത്തിന് ആ ഒരു വീഡിയോ ആ സിനിമ ഇറങ്ങിയ സമയത്ത് നമുക്ക് അത്ര ഉണ്ടായിരുന്നില്ല. പലതും കാലം കഴിയുമ്പോഴാണ് ഓരോന്ന് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് മിമിക്രി അവിടെ വയ്ക്കാം. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? എൻ്റെ ഉമ്മ, വാപ്പ, പിന്നെ സിസ്റ്റർ, അവൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. അങ്ങനെ 4 അംഗങ്ങളാണ്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ തളിപ്പറമ്പ് പൂമംഗലം എന്നാണ് സ്ഥലത്ത്. ഓക്കെ. അപ്പോൾ സമദ് മിമിക്രിക്ക് അല്ലാതെ വേറെ പേരും കൂടി ഉണ്ട്, സമദ് തളിപ്പറമ്പ്, അങ്ങനെയാണ് അറിയുന്നത്. ഓക്കെ. അപ്പോൾ കല്യാണം ആയിട്ടില്ല, കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത സമയത്തൊന്നും കല്യാണം കഴിക്കാതെ വന്നു. അപ്പം അങ്ങനെ അതെന്തുകൊണ്ടാണ്? ഇത് ചിറ്റ്ചാറ്റ് വിത്ത് ആർജിക്കിരനാണ്. ഇവിടെ എന്തും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം. വാട്ട് ഹാപ്പൻഡ്? മറ്റേ വക്കീലിന്റെ അടുത്തും ഡോക്ടറുടെ അടുത്തും കള്ളം പറയാൻ, ആർജിക്കിരന്റെ അടുത്തും കള്ളം പറയാൻ പറ്റില്ല. വലിയ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം അത് കിട്ടാതെ പോയി. കുറച്ച് ശക്തമായൊരു പ്രണയമായിരുന്നു. പിന്നെ വീട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടേ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ഒറ്റൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക, ഫാമിലിയെ കെയർ ചെയ്യുക എന്നുള്ളൊരു സാധനം. ഈ ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഏതൊരു മനുഷ്യനും അവർക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിലും ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് സ്വന്തം അധ്വാനത്താൽ ഒരു വീട് എനിക്ക് വെക്കാൻ പറ്റി. ഇപ്പോൾ എൻ്റെ കുടുംബമൊക്കെ അവിടെയാണ് താമസിക്കുന്നത്, ആ വീട്ടിൽ. അപ്പോൾ വീടൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ഏജ് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഏജ് കൂടുമ്പോൾ ഈ ഒരു ലെവലിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കണം. ഇച്ചിരി ഏജ് കൂടിയ പെൺകുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇച്ചിരി ഏജ് കൂടിയ പെൺകുട്ടി എന്നല്ല, എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസോട് പറയാണ്, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുക. എസ്പെഷ്യലി ഞാനൊരു കലാകാരനും കൂടി ആയതുകൊണ്ട് ആ കലയെ മൊത്തമായിട്ട് ഉൾക്കൊള്ളുന്ന പെണ്ണും അവരുടെ ഫാമിലി ആണെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുന്നത്. കാരണം ഇപ്പോൾ പെണ്ണ് കെട്ടിയിട്ട് പിന്നെ പ്രോഗ്രാമിനൊന്നും പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതും നോക്കണമല്ലോ. കലയെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. നമ്മുടെ ഒരു പാഷനാണ്. തീർച്ചയായിട്ടും ആ പാഷനെ കൈവിടാതെ, കാരണം ഈ ഒരു പാഷനിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നതും നിങ്ങളിൽ ഓരോരുത്തരും എന്നെ അറിയുന്നതും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു പാഷൻ കൊണ്ടാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും വരുമ്പോൾ ഓക്കെ, എന്തായാലും ഒരാൾ വരട്ടെ. പക്ഷെ ആ നഷ്ടപ്രണയത്തെ പറ്റി ഇപ്പോഴും പറഞ്ഞില്ല, അതെന്ത് പറ്റി? നഷ്ടപ്രണയത്തെ പറ്റി എനിക്ക് പറഞ്ഞത് ചെറുതായിട്ട് ഒന്നുമില്ല. സോഷ്യൽ മീഡിയ വഴി ഇഷ്ടപ്പെട്ട അന്ത കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് പ്രണയം കുറേ കാലം മുന്നാണ്. കുറേ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു 2017 ഫേസ്ബുക്കിൻ്റെ സമയം തന്നെ. അന്ന് എനിക്ക് ഒന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ടിക്ടോക്കും, ദുബായിൽ ഇപ്പോൾ ടിക്ടോക്ക് ആണ്, അതെ, ഇൻസ്റ്റാഗ്രാമുണ്ട്, വാട്സാപ്പ് ഉണ്ട്. പക്ഷെ അന്നത്തെ ആ ഒരു ഫേസ്ബുക്ക് കാലഘട്ടത്തിലെ പ്രണയം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാലഘട്ടമായിരുന്നു. മെസ്സേജിലൂടെ പ്രണയിക്കുന്ന അത്രയും പ്യൂർ ആയിട്ടുള്ള വേറെ എവിടെയും ഈ ഒരു കാലഘട്ടത്തിൽ. ഇതിന് ഏറ്റവും വലിയൊരു അത്ഭുതം, ആരും വിശ്വസിക്കാൻ പറ്റാതെ, ഞാൻ പഠിച്ചത് സർസീദ് കോളേജിലായിരുന്നു. അടിപൊളി കോളേജാണ്, എല്ലാം ബോയ്സും ഗേൾസും എല്ലാം മിക്സഡ് ആയ ഒരു കോളേജാണ്. ആ സമയത്ത് പോലും ഞാൻ പ്രേമിച്ചിട്ടില്ല. അതായത് പ്രണയം എന്ന ഒരു ഫീലിങ്സ് എനിക്ക് വന്നിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുടുംബം നോക്കണം, എങ്ങനെയെങ്കിലും കുടുംബം
ഒരു ഭാരം ഉണ്ടായിരുന്നു. ഭാരം ഉണ്ടായിരുന്നു. ഡെഡിക്കേഷൻ എൻ്റെ മൈൻഡിൽ ഫുള്ള് കുടുംബമായിരുന്നു. ഒരു വീട് വയ്ക്കണം, ഒരു വീട് വെക്കണം. പിന്നീട് മെഡിക്കൽ റെപ്പിൻ്റെ ജോലിയൊക്കെ ഞാൻ ചെയ്തു കോളേജിന് ശേഷം. അതിനുശേഷം എംപോറിയോ അർമാനി കഫേ എന്ന ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ അബുദാബി ജോലി ചെയ്തു. ഏകദേശം ഞാനൊന്ന് ഫ്രീ ആയി ലൈഫ് ഒന്ന് സെറ്റിലായി വരുമ്പോഴാണ് മനസ്സിലുള്ള എല്ലാ ഫീലിങ്സും ഞാൻ പുറത്തോട്ട് വന്നത്. ആ സമയമാകുമ്പോഴേക്കും എനിക്ക് ഇച്ചിരി വയസ്സ് കൂടിപ്പോയി. അപ്പോൾ ഇനിയും സമയം ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ അത് നഷ്ടപ്പെട്ടു? എനിക്ക് അതാണ് അറിയേണ്ടത്. എല്ലാവർക്കും അതാണ് അറിയേണ്ടത്. നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഞാൻ അവളെയും ചീറ്റ് ചെയ്തില്ല, അവളെ എന്നെയും ചീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കുടുംബക്കാർക്ക് ഇഷ്ടമല്ല, കുറച്ച് ദൂരമാണ്. വേറെ റിലീജിയൻ ആയിരുന്നു? അല്ല, സെയിം റിലീജിയൻ ആണ്, ഇച്ചിരി ദൂരമാണ്. എൻ്റെ കുടുംബത്തിനൊക്കെ ഞാൻ ആരെ കല്യാണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കുട്ടിയുടെ ഇച്ചിരി ദൂരം ആയതുകൊണ്ട് ഇച്ചിരി അവർ സപ്പോർട്ടല്ല. ഓക്കെ. അപ്പോൾ ഒരു തരത്തിലും കുട്ടിക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സാഹചര്യവും കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് അവളായിട്ട് പറഞ്ഞു ഇങ്ങനെ ഇത് ഡ്രോപ്പ് ചെയ്യുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവസാനിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോണ്ടാക്റ്റ് ഒന്നും അറിയില്ല, എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ദേഷ്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യമൊന്നുമില്ല. എപ്പോഴും എവിടെയാണെങ്കിലും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ, സന്തോഷവതിയായിട്ട്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ എൻ്റെ. അവർക്ക് കാണാൻ പറ്റുന്ന അല്ലേ, സമുദ്രം അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവർ നിങ്ങളെ കാണുന്നുണ്ട്. അതാണ് എന്നെ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ചാനലിൽ കൂടിയോ ഇങ്ങനെയുള്ളവരോ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് പ്രോഗ്രസ് ഇങ്ങനെ അപ്ഡേഷൻ വലിയൊരു ഹാപ്പി. റൈറ്റ്. തീർച്ചയായിട്ടും. നാളെ നമ്മൾ ചിലപ്പോൾ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് ഇച്ചിരി മേലെ ഏത് മനുഷ്യൻ്റെയും തലവരെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റസും ആ ഒരു വാല്യൂം കൂടി കാണട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി ദുബായ് ജീവിതം, അതായത് പ്രവാസി ജീവിതം എപ്പോഴാണ് തുടങ്ങിയത്? എങ്ങനെയാണ് ദുബായിലോട്ട് എത്തുന്നത്? ഏകദേശം ഒരു 2013 കാലഘട്ടങ്ങളിൽ എൻ്റെ തളിപ്പറമ്പിൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനാണ്, പക്ഷേ എനിക്കൊരു ബ്രദറിനെ പോലെയാണ്. എന്നെക്കാൾ 1 വയസ്സ് 2 വയസ്സ് അധികം ഉണ്ടാവും. ഷബീർ എന്നാണ് പേര്. ഷബീർ എന്നെ ദുബായിലേക്ക് കൊണ്ടുവന്നു വിസിറ്റ് വിസയിൽ. ഞാൻ എത്തിയത് അല്ലയിലായിരുന്നു. ജോലി ഒത്തിരി നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്നിട്ട് 2-3 മാസം നിന്നിട്ട് തിരിച്ചുപോയി. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൻ തന്നെ ടിക്കറ്റ് വിസയൊക്കെ എടുത്ത് വീണ്ടും കൊണ്ടുവന്നു. അതിലെനിക്ക് ജോലി തന്നു. ഓക്കെ. 2 പേരാണ് ആ ജോലി കിട്ടാൻ എന്നെ സഹായിച്ചത്. വൺ മിസ്റ്റർ രാജൻ, പിന്നെ ഒന്ന് സിദ്ദീഖ്. ഈ 2 പേരുടെ പേരുകൾ ഞാൻ ഒരിക്കലും എന്താ പറയുക എല്ലായിടത്തും പറയാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 പേരുകളാണ്. പിന്നെ എന്നെ ദുബായിൽ സഹായിച്ച കുറേ പേരുണ്ട്. ഇജാസ്, പിന്നെ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു 10 ദിറംസ് കയ്യിലില്ലാതിരിക്കുന്ന സമയത്ത് പോലും നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മകളാണ്. അങ്ങനെ 2018 വരെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. ആ ജോലി പിന്നീട് കമ്പനി ക്ലോസ് ചെയ്ത സമയത്ത് നാട്ടിലേക്ക് പോയി. പിന്നീട് നാട്ടിൽ ഈ പറഞ്ഞ മാതിരി വെള്ളപ്പൊക്കം, കൊറോണ പ്രശ്നങ്ങളൊക്കെ ആയി കുറേ നാൾ നാട്ടിലിരുന്നു. പിന്നെ ബ്രാൻഡെക്സ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ് കമ്പനിയിലേക്ക് എൻ്റെ സുഹൃത്ത് വിളിച്ചു. ഒരു 6 മാസം ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് ജോബ് പോലെ നോക്കി. അപ്പോൾ അത് സെറ്റായിട്ടില്ല. പിന്നീട് നാട്ടിൽ പോയി. ഇപ്പം നിൽക്കുന്നത് ഫ്രീലാൻസ് വിസയാണ്. സ്വന്തം വിസ അടിച്ചിരിക്കുന്നു. മിസ്റ്റർ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ഇക്കയുണ്ട്, അദ്ദേഹത്തിൻ്റെ കമ്പനിയിലാണ് വിസ അടിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടുന്ന് എന്ത് ജോലിയും ചെയ്യാം. ഫ്രീലാൻസ് ഈവൻ്റ് പരിപാടി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, GCC ഒക്കെ. എത്ര കൺട്രീസ് മൊത്തം? GCC ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ UK വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. 1-2 പ്രോഗ്രാം വന്നിട്ട് വിസ കിട്ടാത്ത ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അറഫാത്ത് ആലുവ ഒത്തിരി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രോഗ്രാം ചെയ്ത ഡയറക്ടറാണ്. പുള്ളി ഇപ്പോഴും എനിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിസ എന്തെങ്കിലും കിട്ടും എന്നുള്ള നിൽക്കുന്നു. അതാണ് ഇപ്പോൾ സ്റ്റിൽ ദുബായിൽ ഇങ്ങനെ പറന്ന് നടന്ന് ഷോസ് എല്ലാം ചെയ്ത് എല്ലാ സ്റ്റേജിലും എല്ലാ മലയാളികൾക്കിടയിലും വലിയൊരു സ്ഥാനമുണ്ട് ഇപ്പോൾ എന്ന് വിചാരിക്കാമോ? കാരണം എന്ന് വിചാരിക്കില്ല, അതാണ് സത്യം. ഈവൻ ഞാനടക്കം കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ ഇറ്റ് വാസ് റിയലി ഫാന്റാസ്റ്റിക്. അതായത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വോയിസ് എടുക്കുക, പ്ലസ്
പാട്ട് പാടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പാട്ട് ചെറുതായിട്ടൊന്ന് മുങ്ങിപ്പോയി മിമിക്രി വന്നപ്പോൾ. ഒരു പാട്ട് നല്ലൊരു നിങ്ങൾ ഫേവറേറ്റ് സോങ്? ഞാൻ കൂടുതൽ പാട്ടുകൾ ഇപ്പം അനുകരിച്ചിട്ടൊക്കെ പാടാറുണ്ട്. എനിക്കിഷ്ടമുള്ള ഒരു സിംഗറുണ്ട്, കുമാർ സാനു. ഓക്കെ, അദ്ദേഹത്തിന് 2 വരി. ഓക്കെ. കിത്നി മുഹബ്ബത്ത് का तुमसे तुमको बताना है मुश्किल क्या जिंदगी है हमारी ये है अमानत तुम्हारी बस अब यही है तमन्ना सांसें तुम्हें दे दो सारी होंगे कभी न हमने कहा रग रग में लहो बन के बहते हैं हम आपके दिल में रहते हैं हम आपके दिल में रहते हैं पहले कभी न हमने कहा लो आज सनम ये कहते हैं हम आपके दिल में रहते हैं हम आपके दिल में रहते हैं. സൂപ്പർ. ആ ഒരു ഫീല്, എന്താ സംഗതികൾ എല്ലാം കിട്ടി. താങ്ക് യു. പക്ഷെ വോയിസ് ഒന്ന് മാറ്റിയിട്ട് ആരെ പാടും? ജാസി ഗിഫ്റ്റ്. ജാസി ഗിഫ്റ്റ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്നായി വീക്ഷിച്ചിരിക്കുന്നു. ജാസി ഗിഫ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ജാസിയേട്ടൻ്റെ കൂടെ കുറേ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ബഹ്റൈനൊക്കെ പോയിട്ടുണ്ട്, കുവൈറ്റ്. ഓക്കെ, 2 വരി. ഓക്കെ. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കന വേറി വന്നു കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കൊയിലായി നീ പാടി തുള്ളിത്തിരതുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മാറി മാറേ തില്ലേലെ തില്ലേലെ ചുംചനക്കിന ദില്ലേലെ തില്ലേലെ ദില്ലേലെ ചുംചനക്കിന ദില്ലേലെ സരിഗനി സനി സരിഗ സരിഗനി സനി സരിഗ സരി സരിഗമ. എത്രയും പ്രതീക്ഷയില്ല. ആ സംഗതികളെല്ലാം വരുന്നുണ്ട്. ഇനി ആരടുത്ത് പറ്റും? ഇനി വല്ലവരെയും പിന്നെ അഫ്സൽക്കാരുടെ കൂടെ പോയിട്ടുണ്ട്. ഓക്കെ. അഫ്സൽഖാനെ സ്റ്റേജിൽ നിർത്തിയിട്ട് മിമിക്രി ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഫ്സൽ. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ നമ്മ കൊച്ചിക്കാരാണ്. നമ്മ കൊച്ചിക്കാർക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പാടിയൊരു പാട്ടുണ്ട്. അപ്പം നമ്മൾ എന്ന സിനിമയിൽ ഞാൻ പാടിയൊരു പാട്ടുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാൻ. ഓക്കെ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാലും തരാം രാക്ഷസി. പിണക്കമറ്റില്ലേ എന്റെ അടുത്ത് വന്നത് നിന്നാട്ടെ, ഇണക്കമെന്താണ് എന്റെ നിഴലടക്കണതെന്താണ്, പിണക്കമെന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ. ഇനി എനിക്ക് തോന്നുന്നു സിനിമക്കാരൊക്കെ സൈഡാക്കി ഡബിങ് പൊക്കൂടെ ഞാൻ ചോദിക്കുന്നത്. ഡബ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇതുപോലെ ആർക്കെങ്കിലും? സിനിമക്ക് ഇതുവരെ ഡബ് ചെയ്തിട്ടില്ല. ഞാൻ 2 സിനിമയിൽ വേഷം ചെറിയ 2 സിനിമയിൽ ഒതുങ്ങി പോയേ. അഭിനയിക്കാൻ അറിയാം, നന്നായിട്ട് വോയിസ് എടുക്കും, ഡബ് ചെയ്യാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, സകലകലാ വല്ലഭൻ. ഇതിലൊന്നും പറയാനില്ല. എന്തുകൊണ്ട് സിനിമ ഇഷ്ടമാണ്. സിനിമ ഈ പറഞ്ഞ മാതിരി സിനിമയിലേക്ക് നമ്മളെ പുഷ് ചെയ്യാൻ ആൾക്കാർ വേണം എന്നുള്ളൊരു സത്യമുണ്ടല്ലോ, നമുക്കറിയാലോ. ഇപ്പം കിരണൊക്കെ സിനിമ മേഖലയിൽ അറിയുന്നതായതുകൊണ്ട് അപ്പോൾ പുഷ് ചെയ്യാനുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനത് ശ്രമിക്കുന്നുമുണ്ട്. ഓക്കെ. മമ്മിക്കാടെയൊക്കെ പടങ്ങളിലൊക്കെ മമ്മി സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ പുതിയ പടം വരാനുണ്ട്. അത് വിരട്ടി അത് പിന്നീട് മമ്മി സെഞ്ചുറി ആയിട്ടുള്ള കണക്ഷൻ എങ്ങനെയാ? ആളുടെ കൂടെ അദ്ദേഹം ഒരുപാട് പേരെ സ്റ്റേജ് ഷോസിനും ഒരുപാട് പേരെ മമ്മിക്ക ഈ അടുത്താണ് ഞാൻ നേരിട്ട് കണ്ടത്. പക്ഷെ ഒരു കൊറോണക്കൊക്കെ മുന്നേ മമ്മിക്കായെ ഞാൻ ഒരുപാട് വാട്സപ്പിലൂടെ എൻ്റെ മിമിക്രിയൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നസീർ പെരുമ്പാവൂർ എന്ന് പറഞ്ഞിട്ട് മമ്മിക്കൊക്കെ അറിയുന്ന ഒരാൾ അബുദാബിയിലുണ്ട്. അപ്പോൾ എന്നെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു സമയത്ത് പിന്നെ
മമ്മിക്ക് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4-5 നായകന്മാരിൽ ഒരാൾക്ക് സമ്മതിന് ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബൈ ചാൻസിൽ അത് അൺലക്കി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു വെള്ളപ്പൊക്കം, പിന്നെ കൊറോണയായി, പ്രശ്നമായി. അപ്പോൾ അത് ചെറുതായി സ്റ്റോപ്പായി. ബട്ട് പുള്ളിയെ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ കണ്ടു. അപ്പം പുള്ളിയുടെ അടുത്ത പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മമ്മിക്ക് അത് കാണുന്നുണ്ടെങ്കിൽ അടുത്ത പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ. അപ്പോൾ വേഗം തന്നെ ആവട്ടെ. മമ്മിക്ക ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു കലാകാരനാണ് നാദർഷിക്ക. ഇന്ന് തിളങ്ങി നിൽക്കുന്ന നാദർഷിക്ക. അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തിരി സ്റ്റേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച പടം മേരാ നാം ഷാജി. നാദർഷിക്ക വിളിച്ചിട്ട് ആസിഫ് അലി, ബിജു മേനോൻ, അവരൊക്കെയുള്ളൊരു കോംബോ. ബിഗ് മൂവി ഓൾസോ. അതിൽ ഞാൻ അഭിനയിച്ചൊരു പോർഷനിൽ നാദർഷിക്കയാണ് എനിക്ക് ശബ്ദം ഡബ് ചെയ്തിരിക്കുന്നത്. അതും വലിയൊരു ഭാഗ്യമായി. എനിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട, ഡബ് ചെയ്യാനായിട്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡബ് ചെയ്യേണ്ടതാണ്. പക്ഷെ ആ സമയത്ത് സിനിമ നാട്ടിൽ ഷൂട്ട് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് നേരെ ദുബായിലേക്ക് ഞാൻ വന്നതിന് ശേഷം പിന്നെ സമയമില്ലല്ലോ. അപ്പൊ പിന്നെ പ്രവാസികളെ ഏറ്റവും പ്രശ്നം അതാണ്. ഒരുപാട് കഴിവുള്ള ആൾക്കാർ പ്രവാസികൾ ഇവിടെ ഉണ്ട് മനസ്സിലായി. തീർച്ചയായിട്ടും ഒത്തിരി കഴിവുള്ളവരുണ്ട്. പക്ഷെ ഇവരൊക്കെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ മേ ബി അവരൊക്കെ വലിയൊരു സ്റ്റാറായി മാറിയാണ്. പലതരത്തിലെ കഴിവുള്ള ആൾക്കാർ ഇവിടെ പല ജീവിത പ്രശ്നങ്ങളാൽ ഇവിടെ ഒതുങ്ങിക്കൂടുന്ന എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളാണല്ലോ. അപ്പം അതുകൊണ്ട് ഓക്കെ, ഫൈൻ. ഇനിയിപ്പോൾ സിനിമയിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഈ മിമിക്സ് എന്നൊരു പേര് എവിടെ നിന്ന് വന്നു? എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? മിമിക്സ് എന്നുള്ളൊരു പേര് കോമഡി ഉത്സവം ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു പേരിടണ്ടേ എന്ന് വിചാരിച്ചു. അപ്പോൾ സമദ് തളിപ്പറമ്പ് എന്ന് ഞാൻ ഇട്ടപ്പോൾ അതിൽ പേരുണ്ട്. സമദ് പൂമംഗലം എന്നിട്ടപ്പം അതിലും പേരുണ്ട്. സമദ് എന്തുകൊണ്ട്? കലാഭവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ കലാഭവനിൽ പോവാത്തത് കൊണ്ട് പേരിട്ടിട്ട് കാര്യമില്ല. കാരണം സമദ് കലാഭവൻ എന്ന് പറഞ്ഞിട്ട് ആരുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു മിമിക്രി എന്നുള്ളതിന് മിമിക്സ് എന്നുള്ള ഇതാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് മിഥുൻ ചേട്ടൻ ടെലിവിഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലവേഴ്സ് ആർ ജെ മിഥുൻ സമദ് മിമിക്സ് ആണ് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഷോയിലൊക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു പേര് സ്വീകരിച്ചു. ഈ പറഞ്ഞ പോലെ കലാഭവനിലേക്കൊക്കെ എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല? കലാഭവൻ ട്രൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പക്കാ ഒരു പ്രൊഫഷണൽ ഇതിലേക്ക് വന്നത് ഞാൻ ശരിക്കും 23 കൊല്ലമായി മിമിക്രി ചെയ്യാൻ തുടങ്ങിയിട്ട്. 23 കൊല്ലം ഒരു പക്കാ പ്രൊഫഷനായത്. അല്ലെങ്കിൽ ഇത്രയും ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളൊക്കെ എന്നെ അറിയുന്നതും ഞാൻ അറിഞ്ഞതും അവരെ കൂടെയൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റിയത് ഗൾഫിൽ വന്നതിന് ശേഷമാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു 2015-16 കാലഘട്ടം തൊട്ട് ആണ് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഒരു കൊളാബ്, ഒരു കോണ്ടാക്ട്. അതിന് മുന്നേ ശരിക്ക് ഇല്ലായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ആ ഒരു തളിപ്പറമ്പിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ചെറിയൊരു കലാകാരനാണ്. പുറത്തോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. അതെ, അവിടുന്ന് ദുബായിലെത്തിയപ്പോഴാണ് ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാവരോടും കൂടി പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും നമ്മുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കരുത്. തീർച്ചയായിട്ടും അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലത്തെ കഴിവ് തീർച്ചയായിട്ടും പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെ ഇപ്പോൾ എന്താ പറയാ, മിമിക്സ് എന്ന് പേരെടുത്തു. പാട്ട് പാടാൻ അറിയാം. ഇനിയിപ്പോ പാട്ട് അടുത്തത് ഒരു സംഗീതം റിലീസ് ചെയ്യാനുള്ള വഴിയുണ്ടോ? അല്ല ഉദ്ദേശമുണ്ടോ? പാട്ടുകാരനാണ് ഉദ്ദേശമുണ്ടോ? എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് പിന്നെ പാട്ട് ആൽബങ്ങളിൽ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു. പക്ഷെ ഞാൻ ഈ സ്വരങ്ങളും സംഗീതം ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പം ജസ്റ്റ് ഒരു ബേസ് പാട്ട് അറിയാം എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ എത്രത്തോളം പാടിയ ഭംഗിയുണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇൻ കേസ് ആരെങ്കിലും ഒരു അവസരം തരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ അവസരങ്ങൾ നോക്കുന്നത് എന്തിനൊക്കെയാ? സിനിമയിൽ അഭിനയിക്കുക, പാട്ട് പാടാൻ, എന്ത് അവസരം കിട്ടിയാലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അവസാനമായിട്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത്രയും കാലം നിങ്ങൾ തന്ന സ്നേഹം, സപ്പോർട്ട് ഇനി അങ്ങോട്ടും. കാരണം നിങ്ങൾ ഓരോരുത്തർ ഉണ്ടായത് കൊണ്ടാണ് സമദ് എന്ന ഒരു ചെറിയ ഒരു കലാകാരൻ ഇന്ന് ഈ ഒരു സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും തന്നെയാണ് നമ്മുടെ വിജയം. എപ്പോഴും അതുണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.
താങ്ക് യു. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കലാകാരനെയാണല്ലോ എനിക്കൊന്ന് കിട്ടിയത്. എനിവേ, ഇന്നത്തെ ചിറ്റ് വിത്ത് ആർ ജെ കിരണിലെ എപ്പിസോഡ് 1 തന്നെ നമുക്ക് നല്ലൊരു ഗസ്റ്റിനെ കിട്ടി. ഇനിയുള്ള വരും ദിവസങ്ങളിൽ പുതിയ പുതിയ ഗസ്റ്റുകളായിട്ട് ദുബായിൽ നിന്ന് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ആർ ജെ കിരൺ സൈനിങ് ഓഫ് ഫ്രം സുൽഫി മീഡിയ. ബൈ.